പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യാനീശിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 2026 വലിയ നോമ്പ് അടുത്ത ഞായറാഴ്ച ആരംഭിക്കുകയാണല്ലോ. ഒരു വെള്ളിയാഴ്ച എന്നെ കാണാൻ വന്ന ഒരു യുവാവ് എന്നോട് ചോദിച്ചു, അച്ഛാ, വലിയ നോമ്പിൽ ഞാൻ എന്ത് ചെയ്യണം? അച്ഛനൊരു കാര്യം നിർദ്ദേശിക്കാമോ? ഞാൻ അവനോട് പറഞ്ഞു, അങ്ങനെ ഞാൻ നിന്നോട് പറയുന്നതിനേക്കാൾ നല്ലത് നീ ദൈവത്തോട് തന്നെ ചോദിക്കുക. ദൈവം നിനക്ക് പറഞ്ഞു തരും. അപ്പോൾ ദൈവത്തോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് വചനത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. യേശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം തിരുവചനം. നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ആർക്ക് ഏത് കാര്യമാണോ പ്രധാനപ്പെട്ടതായി തോന്നുക അത് അവർ പ്രാവർത്തികമാക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. തുടർന്ന് അടുത്ത വചനം യേശയ്യാ 48:18. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലുകൾ പോലെ ഉയരുമായിരുന്നു. യേശയ്യ പറയുകയാണ്, നമുക്ക് നീതിയും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് കൽപ്പനകൾ അനുസരിക്കണം. ഈ കൽപ്പനകൾ തിരുവചനത്തിലുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. തിരുവചനം നന്നായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും മനനം ചെയ്യുകയും സ്വന്തമാക്കുകയും ചെയ്യുക. തുടർന്ന് യേശയ്യ 55-ാം അധ്യായം 10-11 തിരുവചനം പറയുന്നു, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും നൽകുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി അത് ചെയ്യും. നമുക്ക് ജീവിതത്തിലെ വലിയ നോമ്പിൽ അനുതാപം ആവശ്യമാണ്. അനുതാപം പ്രധാനപ്പെട്ടതായതുകൊണ്ട് അനുദപിക്കാത്ത ഒരു വ്യക്തിയും സ്വർഗത്തിൽ പോവില്ല. നമ്മളെല്ലാം പാപം ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ വലിയ നോമ്പ് കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു കുമ്പസാരം കഴിക്കുന്നതിന് തീരുമാനമെടുക്കാം. എന്നിട്ട് ദൈവത്തിന് വചനമനുസരിച്ച് ജീവിക്കാം. കർത്താവിന് കൃപയും ശക്തിയും തേടാം. അത് മാത്രം മതി. മറ്റു ഉപദേശത്തേക്കാൾ വലുത് അതാണ്. ദൈവമാണല്ലോ വലുത്. മനുഷ്യ നിർദ്ദേശങ്ങളോ അല്ലല്ലോ പ്രധാനം. ദിവികാനനാഥ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ 2024 വലിയ നോമ്പിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ സ്വർഗം തുറക്കണം, ആത്മാവിനെ വർഷിക്കണം, കൃപകൾ വർഷിക്കണം, സ്നേഹം നൽകണം. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ദിവ്യാനന്ദനാഥൻ്റെ ശക്തിയെ നൽകണം. എല്ലാ മക്കളെയും വിശുദ്ധീകരിക്കുവാൻ അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അമ്മേ മാതാവേ, അതിനായി ഈശോയോട് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരോടും നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടും നല്ല നിയമങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാരുണ്യമേ